അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന തമ്പുരാൻ. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണെന്ന് ഉറപ്പിച്ച് തന്നെ പറയണം. കാര്യം ഒരു പ്രശ്നവും ഇല്ലാതെ ചേച്ചി നടന്നു. ഇവർ രണ്ടുപേരെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? മൂന്നാമതൊരു കുഞ്ഞ്. ഈ പ്രഗ്നൻസി ടൈം, വെയിറ്റ് കൂടുന്നു, കാലിന്റെ ബുദ്ധിമുട്ടുകൾ, ശരിക്കും എന്തോരം ടെൻഷൻസ്. മറ്റാർക്കെങ്കിലും അങ്ങനെ ഒരു മൂന്നാമത്തെ കുഞ്ഞൊക്കെ ആയപ്പോഴത്തേക്കും പേടിയുണ്ട്? അമ്മയ്ക്ക്, എൻ്റെ അമ്മയ്ക്ക് പേടിയുണ്ട്. പേടിയായിരുന്നു. വെയിറ്റ് കൂടുമ്പോൾ എങ്ങനെയായിരിക്കും, അങ്ങനത്തെ ഒരുപാട് ടെൻഷൻ അമ്മയ്ക്കായിരുന്നു കൂടുതൽ. ആ ഒരു സമയത്താണെന്ന് എനിക്കൊന്ന് ഭയങ്കരമായിട്ട് നമ്മൾ പേടിക്കും അല്ലേ? ശരിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, പ്രഗ്നൻസി ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം. വെയിറ്റ് കൂടുമ്പോൾ നമുക്ക് വെരിക്കോസ് അടക്കമുള്ള ഒത്തിരി പ്രശ്നങ്ങളും ചിലപ്പോൾ വന്നെന്ന് വരാം. പ്രത്യേകിച്ച് എല്ലിനൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ, ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. 9 മാസം വരെയും എനിക്ക് വെയിറ്റ് കൂടിയതുകൊണ്ട് കാലിനുള്ള പ്രയാസം ഒന്നും വന്നിട്ടില്ല. അത് ഇതുവരെ ഇല്ല. ഞാൻ സ്റ്റെപ്പൊക്കെ കയറും, എല്ലാ പണിയും ചെയ്യും, വീട്ടിലെ സകല പണികളും ചെയ്യും. കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ കമ്പനിയിലെ എന്തെല്ലാം ചെയ്യണോ അതെല്ലാം ചെയ്യും. സാധനങ്ങൾ എടുക്കണോ വെക്കണോ സാധനങ്ങളെടുത്തെങ്കിലും അതാണ് അതില് കുമ്പിട്ടിട്ട് എല്ലാം ചെയ്യും. അവർക്ക് ചെയ്ത് തീർന്നില്ല എന്ന് തോന്നിയാൽ അവരുടെ കൂട്ടത്തിൽ കൂടി അത് ചെയ്താലും എനിക്ക് ബുദ്ധിമുട്ടില്ല, എനിക്ക് വേദന ഒന്നുമില്ല. 7 കൊല്ലായി. കർത്താവ് പിന്നെ അങ്ങോട്ട് ഒരു ഭയങ്കര അനുഭവമാണ് തന്നത് അല്ലേ? അത് വിശുദ്ധ കുർബാന നടക്കുമ്പോഴാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം. സാബ്രദറിൻ്റെ അടുത്ത് ഇപ്പോൾ എഴുന്നേറ്റ് നടന്നു എന്ന് പറയുമ്പോൾ എന്നെ അപ്പു പിടിച്ചിട്ടാണ് ഞാൻ നടന്നത്. പക്ഷെ അത് എന്നിട്ട് അവിടെ കുർബാന നടക്കുമ്പോൾ കാസിം പീലാസി ഉയർത്തുന്ന സമയത്ത് ഞാൻ തന്നെ ആരും പിടിക്കാതെ തന്നെ എഴുന്നേറ്റ് തന്നെ 2 അടി വെച്ചത് ആ സമയത്താണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ഇത്രയും ശക്തി ഉണ്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ആഴമായിട്ട് പതിഞ്ഞത് അത്രയും 29 കൊല്ലം എടുത്തിട്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന് ഓരോരോ അസുഖങ്ങൾ വരും. ഓപ്പറേഷൻ വരെ പറയും. ഓപ്പറേഷൻ ഫിക്സ് ചെയ്യാൻ ഡേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് ചെല്ലും. പിന്നെ സ്കാൻ ചെയ്ത് നോക്കിയാൽ അത് കാണില്ല. ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ പറഞ്ഞ് ഞങ്ങൾക്ക് ഓപ്പറേഷൻ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇവനെ 2 മാസമുള്ളപ്പോൾ പ്രഗ്നൻസി ടൈമിൽ ഡെലിവറിക്ക് ഒരാഴ്ച മുന്നെയാണ് വേദന കൊണ്ട് പോയത്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഗോൾ ബ്ലാഡറിൽ സ്റ്റോണാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഡെലിവറി കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്നും പറഞ്ഞ് വെച്ചതാണ്. അവിടെ 2 മാസം കഴിഞ്ഞ് ഞങ്ങളവിടെ ചെന്നപ്പം കല്ലില്ല. ഇത് വേറെ ആരോട് ഞങ്ങൾക്കൊക്കെ വ്യക്തമായിട്ട് സിസ്റ്ററുണ്ട്, റോസ്ലിൻ സിസ്റ്റർ, ആ സിസ്റ്റർക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും അതൊക്കെ. മകളുടെ മാമോദിസ ഫിക്സ് ചെയ്തിട്ടുള്ള മോളുടെ മാമോദിസ ഫിക്സ് ചെയ്തിട്ട് 2 മാസം കുഞ്ഞിനെ നമുക്കൊരു ഫിക്സ് പോലെ വന്നു. ഫിക്സ് പോലെ നമുക്ക് കാണുമ്പം. അപ്പം ഞങ്ങളുടെ തൊട്ടടുത്ത ബെനി ഡോക്ടറുണ്ട്. ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു വേഗം റോയലിൽ കൊണ്ടുപോക്കണം, അവിടെയുള്ള ഹോസ്പിറ്റലാണ്. അവിടെ ചെന്ന് അവർ നോക്കിയിട്ട് പറഞ്ഞു വേഗം ജൂബിലി മിഷനിൽ കൊണ്ടുപോകാം, തൃശ്ശൂർ ഹോസ്പിറ്റൽ. അവിടെ കൊണ്ടുപോയി അവിടെ വെച്ച് നോക്കിയപ്പം ഒരു ഡോക്ടർ, ലേഡി ഡോക്ടർ എൻ്റെ ICUലാണ്. അപ്പം നമുക്ക് ഫ്ലൂയിഡ് എടുക്കണം, നട്ടലിൽ കുത്തിയിട്ട് ഫ്ലൂയിഡ് എടുക്കുക. അപ്പോൾ കുഞ്ഞ് 2 മാസം കഷ്ടിയായിട്ടേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് വേദന കൊണ്ട് മോഷനൊക്കെ പോയി. അപ്പോൾ മോഷൻ പോയി ആ ഹോൾ, അപ്പോൾ ഹോളിലോട്ട് മോഷൻ പോയി കഴിഞ്ഞ് ഇൻഫെക്ഷൻ ആവുമെന്ന് പറഞ്ഞാൽ അവർ ഫ്ലൂയിഡ് എടുത്തില്ല. പിന്നെ ബുധനാഴ്ച എടുക്കാമെന്ന് പറഞ്ഞിട്ട് ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഡോക്ടർ വന്നപ്പോൾ ഞാൻ ആ ഡോക്ടറോട് ചോദിക്കുക, ലേഡി ഡോക്ടറാണ് വന്നത്, ആ ഡോക്ടറല്ല നോക്കുന്നത്, പക്ഷേ അവർ റൗണ്ട്സിന് മെയിൻ ഡോക്ടറുടെ കൂടെ ഉള്ള ആളാണ്. ചോദിച്ചപ്പം ആ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു 50% ബ്രെയിനിനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞു, ബാക്കി എത്ര എന്നറിയാനാണ് ആ ഫ്ലൂയിഡ് എടുത്ത് നോക്കുന്നത്. അപ്പോൾ ആ ഇരുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യം, 50% എഫക്റ്റ് ചെയ്താൽ ആ കുഞ്ഞിൻ്റെ ലെവൽ എന്തായിരിക്കും, ബാക്കി എത്ര ഉണ്ടെന്ന് അറിയാനാണ് ആ ഫ്ലൂയിഡ് എടുത്ത് നോക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. അന്ന് നോക്കിയ ഡോക്ടറുടെ പേര് ജോണി വിൻസെൻ്റ്. ജൂബിലി മിഷനിലെ ഡോക്ടറാണ് അവളെ നോക്കിയതെന്ന്. അപ്പം നമ്മളിങ്ങനെ കിടത്തിയിട്ട് നോക്കാം, കുഞ്ഞിൻ്റെ അനക്കമല്ല നമ്മൾ പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് പറയാൻ അറിയത്തില്ലല്ലോ, കുഞ്ഞുമക്കളല്ലേ. അപ്പോൾ ഇവർ കാണിക്കുമ്പോൾ നമ്മളിവരെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് എന്താണ് അവർ ചെയ്യുന്നതെന്ന് പറയണം. 9 മക്കളാ ഹോസ്പിറ്റലിൽ അന്ന് കിടക്കുന്നുണ്ട്, 9 പേര് കിടപ്പുണ്ട്, ഇവളെ അടക്കം. അടുത്ത് കിടക്കുന്ന കൊച്ചിൻ്റെ ബ്രെയിനിൽ പഴുപ്പാന്നാണ് പറഞ്ഞത്. ആ കുഞ്ഞിൻ്റെ അമ്മ ഇരുന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നോക്കണം കുഞ്ഞിന് എന്താ ചെയ്യുന്നത്, അതനുസരിച്ചാണ് ഞങ്ങൾ ടെസ്റ്റുകൾ തീരുമാനിക്കുക. അപ്പം നമുക്ക് ഓരോ ദിവസവും ബുധനാഴ്ച ആവാൻ പോകാം, 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ബുധനാഴ്ച ആവുന്നു, എന്താ പറയുക എന്നുള്ളൊരു ടെൻഷൻ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ട്.
അന്നൊന്നും കരഞ്ഞില്ല കേട്ടോ, അന്നൊക്കെ ഒരു മരവിച്ച അവസ്ഥയാണ്. മക്കൾക്ക് വന്നു കഴിയുമ്പോൾ അപ്പൻ്റെ അമ്മയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കരഞ്ഞില്ല, കരച്ചിലൊന്നും അന്ന് വന്നില്ല സത്യത്തിൽ. ഇപ്പം പറയുമ്പോൾ നമുക്കൊരു വിഷമം വരുന്നു, പക്ഷെ അന്നൊന്നും കരയാണെന്നോ എന്താണെന്നൊന്നും അറിയത്തില്ല, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പം സിസ്റ്റർ അന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അൽഫോൻസമ്മയുടെ നൊവേന തന്നിട്ട് പറഞ്ഞു, ഇത് നീ ചൊല്ലിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും വയ്യ, പ്രാർത്ഥിക്കുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ പറഞ്ഞു, യേശുവേ യേശുവേ എന്ന് വിളിച്ചാൽ മതി, അതൊരു പ്രാർത്ഥനയാണ്. അപ്പോഴും പ്രാർത്ഥിച്ചില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പം യേശുവേ യേശുവേ എന്ന് മാത്രം വിളിക്കും. ഈ കുഞ്ഞുങ്ങൾ കിടക്കുന്നതിന് ഫുൾ വയറായിരിക്കും, വയറിൻ്റെ ഉള്ളിലാണ് ഈ കുഞ്ഞ് കിടക്കുന്നത്. ആകെ അവർ എല്ലാം കാലയിലും നെഞ്ചത്തും എല്ലാം ഇങ്ങനെ വയറ് ഇട്ടേക്കുക. അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി ഓരോ ബ്ലഡ് എടുക്കുന്നു, മറ്റേ എല്ലാം ആകെ കുത്തലും കരച്ചിലും ആകെ ബഹളമാണ്. അപ്പോൾ യേശുവേ യേശുവേ എന്ന് മാത്രം വിളിക്കാൻ പറഞ്ഞു. കുറച്ച് നേരം വിളിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിനൊരു ചെറിയൊരു സമാധാനം. അപ്പോൾ അൽഫോൻസമ്മയുടെ നൊവേന ഞാൻ സിസ്റ്റർ പറഞ്ഞാണ്, 9 പ്രാവശ്യമെങ്കിലും നീ ചൊല്ലി. 9 പ്രാവശ്യം ചൊല്ലി. അന്ന് രാത്രി മോള് വല്ലാതെ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സൈക്കിളിൽ ഔട്ടുന്ന പോലെയാണ് കുഞ്ഞ് കാലെടുത്തിട്ട് കാണിക്കുന്നത്. കൈയൊക്കെ അപ്പോൾ പിടിച്ചിരുന്നത് ഇങ്ങനെയാണ് കുഞ്ഞ് കൈ പിടിക്കുന്നത്. അപ്പോൾ ഡോക്ടറെ വിളിച്ചു, രാത്രിയാ. ഡോക്ടർ ഓടി വന്നു നോക്കിയിട്ട് ചോദിച്ചു എന്തൊക്കെ കുഞ്ഞ് കാണിച്ചു നമ്മൾ പറയണം. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു, കൈ എങ്ങനെ പിടിച്ചു? കൈ ഇങ്ങനെ പിടിച്ചു. അപ്പോൾ കൈ ഇങ്ങനെയല്ലേ പിടിച്ചിരുന്നത് എന്ന് ചോദിച്ചു. അതുവരെയും കൊച്ചിങ്ങനെയാണ് കൈ പിടിക്കുന്നത്. നമ്മുടെ കൈ അങ്ങനെയല്ല, ഈ ലെവൽക്കാണ് കുഞ്ഞ് പിടിച്ചത്. വീണ്ടും അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഈ കൈ പിടിക്കുന്ന ഡോക്ടർ പ്രത്യേകം ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് തെറ്റിയിട്ടില്ലല്ലോ? ഇല്ല ഇങ്ങനെ. അപ്പോൾ അവർ വേറെ എന്തോ ഒരു ടെസ്റ്റ് എഴുതാൻ പറഞ്ഞു. അതുവരെയും ബ്രെയിനിനെ എഫക്റ്റ് ചെയ്തു, 50% ബ്രെയിനിനെ എഫക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ ആ ഒരു കൈ അങ്ങനെയാണ് പിടിച്ചതെന്ന് പറഞ്ഞപ്പം അവർ വേറെന്തോ ടെസ്റ്റ് എഴുതിയിട്ട് പറഞ്ഞു, കാൽസ്യത്തിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല.